സാധനങ്ങളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2 കേന്ദ്രമന്ത്രിമാരുണ്ടായ കേരളത്തിന് ബഡ്ജറ്റിൽ എന്താണ് കിട്ടിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ജനങ്ങളെ, സാമാന്യ ജനത്തിനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യരുതെന്നാണ് BJPയുടെ പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞപോലെ അങ്ങനെ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാവുന്ന 2 കേന്ദ്രമന്ത്രിമാരെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? കഴിഞ്ഞ നിങ്ങളുടെ UPA സർക്കാരിന്റെ കാലത്ത് എത്ര കേന്ദ്രമന്ത്രിമാരുന്നു? കോൺഗ്രസിന്റെ 9 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നില്ലേ? അന്ന് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ചല്ലേ NH 66 പണി? കേരളത്തിൽ ആദ്യമായിട്ട് 6 വരി പാത തുടങ്ങാൻ വേണ്ടി 30 വർഷം കാത്തിരിക്കേണ്ടി വന്നു. നിങ്ങളുടെ 9 കേന്ദ്രമന്ത്രിമാരും നടന്നില്ലല്ലോ. അതിന് ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ വരേണ്ടത്. ഇപ്പതാ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 66,000 കോടി രൂപ ചെലവിലാണ് ദേശീയപാത നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ എവിടെയായിരുന്നു നിങ്ങളുടെ സർക്കാർ? UPA സർക്കാർ ഉൾപ്പെടെ 9 കേന്ദ്രമന്ത്രിമാർ. മൻമോഹൻ സിംഗിന്റെ സർക്കാരിന് ആദ്യത്തെ 5 വർഷക്കാലം പിന്തുണയ്ക്കുന്ന സർക്കാരാണ് ഇവിടെ പാർട്ടി. LDFന്റെ പിന്തുണയുണ്ടായിരുന്നു. LDFന്റെ പിന്തുണയോടെ 5 വർഷവും LDFന്റെ പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് കോൺഗ്രസും 5 കൊല്ലം അങ്ങനെ 10 വർഷം ഭരിച്ചു. 30 വർഷം മുമ്പ് തുടങ്ങി വെച്ച പദ്ധതിയാ. കേരളത്തിൽ ഇന്ന് വരെ 6 വരി പാത വന്നിട്ടില്ലല്ലോ. ആദ്യമായിട്ടുള്ള 6 വരി പാത വരുന്നത്